ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടാട്ട്. സങ്കീർത്തനങ്ങളുടെ രാജ്ഞി എന്ന് വിശേഷിപ്പിക്കുന്ന 23-ാം സങ്കീർത്തനത്തിന്റെ ഓരോ വാക്യവും അർത്ഥമറിഞ്ഞ് ധ്യാനിക്കുന്നവർക്ക് ഹൃദ്യമായിരിക്കും. ദൈവം മനുഷ്യനുമായി ഇത്രയേറെ സൗഹൃദബന്ധം സൂചിപ്പിക്കുന്ന മറ്റേതെങ്കിലും വേദഭാഗങ്ങൾ തിരുവചനത്തിലുണ്ടോ എന്ന് സംശയമാണ്. അത്യുന്നതനായ ദൈവം ദാവീദിനെ എങ്ങനെയെല്ലാം സഹായിച്ചു, യഹോവ തനിക്ക് ആരായിരുന്നു, ഇനി ആരായിരിക്കും എന്നൊക്കെ വ്യക്തമാക്കുന്ന ഈ വേദഭാഗങ്ങൾ എല്ലാ തലമുറയിലുമുള്ള ജനങ്ങൾക്ക് വിടുതലാണ്. കൂടാതെ രാത്രിയിൽ നാം തകർന്ന് ഉറങ്ങുമ്പോഴും മയങ്ങാതെയും ഉറങ്ങാതെയും നമ്മെ സംരക്ഷിക്കുന്ന കർത്താവിൻ്റെ കരുണ എത്ര വലുതാണ്. ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റു മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ഇന്നാദ്യമായിട്ട് ഭാഗവാക്കുകളായിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കാനായിട്ട് പോകുകയാണ്, ഇടപെടാനായിട്ട് പോകുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തെ ചലിപ്പിക്കാനായിട്ട് പോകുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ നമ്മൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു. ചില പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോട്ടയത്തായിരിക്കുന്ന ഫിലിപ്പ് അങ്കിളിനെയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചില പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ശാരീരികമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസ് ഉണ്ടാകട്ടെ, ആരോഗ്യം ഉണ്ടാകട്ടെ, സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ, വിടുതലിലെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ പ്രിയപ്പെട്ട കുടുംബത്തിൽ വാഴട്ടെ എന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ മകൾക്കായിട്ട്, കുടുംബത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മകളുടെ കുടുംബജീവിതത്തെ മാനിച്ച് സ്വർഗസ്ഥനായ ദൈവം ഈ വർഷം തന്നെ ഒരു തലമുറയെ കൊടുത്ത് ആദരിക്കേണ്ടതിന് പ്രത്യേകം പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നു. ദൈവിക ആലോചനകൾ നിറവേറട്ടെ, ഈ കുടുംബം ദൈവത്താൽ മാന്യരായി തീരട്ടെ. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. CBSE പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ICSE സിലബസിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്റ്റേറ്റ് സിലബസിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കോട്ടയത്തായിരിക്കുന്ന ഫിലിപ്പങ്ങളുടെയും കുടുംബത്തെയും ഓർക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം അനുഗ്രഹിച്ച് സഹായിക്കണമേ. പ്രത്യേകിച്ച് ശാരീരികമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആശ്വാസങ്ങളും യേശു കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആയുസ് ഉണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ, വിടുതലിന്റെ അനുഭവങ്ങൾ ഈ കുടുംബത്തിൽ വാഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ മകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം തന്നെ ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവിക ആലോചനകൾ നിറവേറട്ടെ. തക്ക സമയത്ത് ഈ വർഷം തന്നെ ഒരു തലമുറയെ കൊടുത്ത് പ്രിയ മകളുടെ കുടുംബജീവിതത്തെ അങ്ങ് മാനിക്കണം ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം ദൈവത്താൽ മാന്യരായി തീരട്ടെ. ഈ ദിവസങ്ങൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലായിരിക്കുന്ന പ്രിയ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. സഹോദരങ്ങളെ, തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ ഏവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവര് പേനയും പേപ്പറും എടുത്തുകൊണ്ട് വന്നാട്ടെ, നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഡയറിയോ എടുത്തുകൊണ്ട് വന്നാട്ടെ. ഇന്ന് ഇവിടെ ശുശ്രൂഷിക്കുന്ന തിരുവചന ഭാഗങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരാൻ പോകുകയാണ്. പറയപ്പെടുന്ന പോയിന്റുകൾ എന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആശ്വാസകരമായി തീരും. ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഭാവനയുള്ള മനുഷ്യൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഒരു വ്യക്തിക്ക് ഒരാവശ്യമുള്ളപ്പോൾ ആ കാര്യം അല്ലെങ്കിൽ ആ ആവശ്യം നിറവേറ്റിത്തരാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് സമീപിക്കുന്നത്.
നമുക്കൊരാവശ്യമുള്ളപ്പോൾ ആ ആവശ്യത്തെ നിറവേറ്റി തരാൻ കഴിയുന്ന ഒരു വ്യക്തി ജീവിതത്തോടായിരിക്കും നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത്. ഉദാഹരണത്തിന്, ഒരാൾക്ക് 1000 രൂപ ആവശ്യമാകുന്നുവെങ്കിൽ 1000 രൂപ തരുവാൻ കഴിവുള്ള ഒരാളിനോട് ചോദിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം, മരത്തിൽ നിന്ന് താഴെ വീണ് കയ്യും കാലും ഒടിഞ്ഞ ഒരു വ്യക്തി ജീവിതത്തെ വൈദ്യരുടെ അടുത്താണ് നമ്മൾ കൊണ്ടുപോകുന്നതല്ല. ഉയർന്ന പഠനം നേടിയ ഒരു ഓർത്തോ ഡോക്ടറെ കാണിക്കും, ചികിത്സിക്കും. നിങ്ങൾക്കൊരാവശ്യം ഉണ്ടാകുമ്പോൾ അത് നൽകി സഹായിക്കുവാൻ യേശു കർത്താവിന് കഴിയുമെന്നറിയുക, അത് ഭാവന കാണുകയും വേണം. യേശു കർത്താവിന്റെ അടുക്കലേക്ക് നിങ്ങൾ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ കടന്നു വരുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചതായിട്ട് നിങ്ങൾ ഭാവന കാണുന്നവരായി തീരണം. നിങ്ങളുടെ രോഗം മാറുന്നതായിട്ട് നിങ്ങൾ ഭാവന കാണണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ ഭാവന കാണണം. നിങ്ങളുടെ കുടുംബത്തിൽ മെച്ചപ്പെട്ട ജീവിത നിലവാരം പുലർത്തുന്നത് നിങ്ങൾ ഭാവന കാണണം. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത്, നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുന്നത്, നിങ്ങൾ ഉയർച്ച പ്രാപിക്കുക, ഇതെല്ലാം നിങ്ങൾ ഭാവന കാണുന്നവരായി തീരണം. നിങ്ങളുടെ രോഗം എത്ര ചെറുതോ വലുതോ ആകട്ടെ, ഡോക്ടർ ഉപേക്ഷിച്ചതാകട്ടെ, ഇനി നിങ്ങൾക്ക് തരാൻ മരുന്നില്ല, ചികിത്സിക്കാൻ ചികിത്സയില്ല എന്ന് പറഞ്ഞ മേഖലകളാകട്ടെ, യേശു കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നതായിട്ട് നിങ്ങൾ ഭാവന കാണണം. യേശു കർത്താവ് നിങ്ങളുടെ ആവശ്യം നിറവേറ്റി തരാൻ മതിയായവനാണ്, അത്യുന്നതനാണ്. നിങ്ങളുടെ ആവശ്യത്തെക്കാൾ വലിയവനാണ് എൻ്റെ ദൈവം. നിങ്ങളുടെ ജീവിതം പ്രശ്നങ്ങളാൽ നിറഞ്ഞതാകട്ടെ, ഊരാക്കുടുക്കുകൾ വീണതായി തീരട്ടെ, ആ നിലയിലായിരിക്കുക നിങ്ങൾ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മഹത്യ അല്ലാതെ മറ്റൊരു രക്ഷാമാർഗമില്ല എന്ന് കരുതുന്നുണ്ടാകാം. ഇതാ യേശു കർത്താവ്, അവൻ നിങ്ങളുടെ ആവശ്യത്തെക്കാൾ അധികം മതിയായവനാണ്, വലിയവനാണ്, സർവശക്തനാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം കണ്ണുനീർ മാത്രമായിരിക്കാം. എന്നും കണ്ണുനീരിന്റെ അനുഭവത്തിൽ കഴിയുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നും ദുഃഖത്തിലായിരിക്കുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചിരിക്കാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതിരിക്കുന്നവർ ധാരാളം പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്നേഹത്തിനു വേണ്ടി ആഗ്രഹിച്ചിട്ടും കിട്ടാതിരിക്കുന്നവരാണ്. മറ്റുള്ളവരെ സ്നേഹിച്ചിട്ടും പഴിയും പരിഹാസവും മാത്രം ലഭിച്ചവരാണ്. എന്നാൽ ഇതാ യേശു കർത്താവ് നിങ്ങളുടെ ആവശ്യത്തെക്കാൾ അധികം മതിയായവനാണ്, വലിയവനാണ്. ഞാൻ ഈ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നഴ്സറി സ്കൂളിലെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എയ്റോപ്ലെയിൻ മേഘത്തിലൂടെ ഉയരത്തിലിങ്ങനെ പോകുന്നത് ഞാൻ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. ഞാനന്ന് ചിന്തിക്കും, ഈ ചെറിയ കുഞ്ഞ് ഒരു പെൻസിലിൻ്റെ അത്രയും വലിപ്പമുള്ള ഫ്ലൈറ്റിനകത്ത് എങ്ങനെയാണ് 100, 150, 250 പേരൊക്കെ കയറുന്നത്? പിന്നീടാണ് മനസ്സിലായത്, ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു, അതിന് അകലം കൂടുന്തോറും, ഉയരം കൂടുന്തോറും അത് ചെറുതായി വരുമെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഇതേപോലെ ഞാൻ പറയട്ടെ, അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ വലിയ ആവശ്യങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ അത്യുന്നതനായ ദൈവത്തിന് അത് ചെറുതായിട്ട് അനുഭവപ്പെടുകയാണ്. അതുപോലെ തന്നെ ഒരു ജോലിക്കായിട്ടോ, ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടോ, ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. എങ്കിലിതാ യേശു നിങ്ങളുടെ ആവശ്യത്തെക്കാൾ അധികം മതിയായവനാണ്, സർവശക്തനാണ്, വലിയവനാണ്. ഈ പറയപ്പെട്ടവയെല്ലാം ഭാവന കാണുന്നവരുമായിട്ട് നിങ്ങൾ മാറണം. ഈ ദിവസങ്ങൾ നിങ്ങൾ ഭാവന കാണണം. നിങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടുന്ന നിങ്ങൾ ഭാവന കാണണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്ന ഭാവന കാണണം. നിങ്ങളുടെ രോഗം സൗഖ്യമാകുന്നത് നിങ്ങൾ ഭാവന കാണണം. നിങ്ങൾ അനേകരോട് സാക്ഷ്യം പറയുന്നത്, നിങ്ങളുടെ അനുഭവ സാക്ഷ്യം പറയുന്നത് നിങ്ങൾ ഭാവന കാണുന്നവരായി തീരണം. നിങ്ങൾ ഉയർച്ച പ്രാപിക്കുന്ന ഭാവന കാണണം. അപ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കുകയും വേണം. അപ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഉറപ്പായിട്ടും അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടത്ര ബുദ്ധിയില്ലാത്തവരായിരിക്കാം. അതിന് വേണ്ടത്ര ധനസ്ഥിതി ഇല്ലാത്ത വ്യക്തി ജീവിതമായിരിക്കാം. നിങ്ങൾ നിരാശരാണോ? നിരാശപ്പെടണ്ട. ചിന്താധീനരാണോ? എന്നാൽ ഇതാ യേശു നിങ്ങളുടെ ആവശ്യത്തെക്കാൾ അധികം വലിയവനാണ്, മതിയായവനാണ്, സർവശക്തനാണ്, വലിയവനാണ്. എന്താണ് നിങ്ങളുടെ ആവശ്യം? എഴുതി വച്ചാട്ടെ. നിങ്ങളുടെ ആവശ്യം ഇന്ന് ഡയറിക്കകത്ത് എഴുതി വെക്കുക, പേപ്പറിനകത്ത് എഴുതി വെക്കുക. അതെന്തു തന്നെ ആയാലും, ചെറുതോ വലുതോ ആയാലും, പഴകിയതോ ചീഞ്ഞളിഞ്ഞതോ ആയിരിക്കാം, നൊമ്പരപ്പെടുത്തുന്നതായിരിക്കാം, മാറാ രോഗമായാലും
എത്ര ഭയാനകരമായ സ്ഥിതിയായാലും ഇതാ യേശു നിന്റെ ആവശ്യത്തെക്കാൾ മതിയായവനാണ്, വലിയവനാണ്, അത്യുന്നതനാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്? ഓരോന്നോരോന്നായിട്ട് നമ്പറിട്ട് എഴുതുക. എഴുതി വച്ചാട്ടെ, കടലാസിൽ എഴുതിക്കാട്ടെ, ഡയറിക്കകത്ത് എഴുതിക്കാട്ടെ, നോട്ട്ബുക്ക് എടുത്താട്ടെ എഴുതിക്കാട്ടെ. സകല ആവശ്യങ്ങളും എഴുതണം. ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും എഴുതണം. കാരണം അത്യുന്നതനായ ദൈവം നിങ്ങളുടെ ആവശ്യത്തെക്കാൾ അധികം ഏറ്റവും വലിയവനാണ്, മതിയായവനാണ്, എൽ ഷദായി ആണ്. അങ്ങനെ നിങ്ങൾ എഴുതിയ കടലാസ് മേശപ്പുറത്ത് കാണത്തക്കവണ്ണം വയ്ക്കണം. എല്ലാ ദിവസവും കാണത്തക്ക നിലയിൽ വേണം നിങ്ങൾ എഴുതിയ ആവശ്യങ്ങൾ, നിങ്ങളുടെ നീഡ് എഴുതി വയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ പല പ്രാവശ്യം കാണത്തക്കവണ്ണം ഒരു കഥയിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കണം. അതുമല്ലെങ്കിൽ കൂടെ എടുക്കുന്ന ഡയറിയിലോ മറ്റോ സൂക്ഷിച്ചു വെക്കുക. അതുകൂടാതെ യേശു കർത്താവ് പ്രാർത്ഥന കേൾക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരുടെ സാക്ഷ്യം കേൾക്കണം. നിങ്ങൾ സാക്ഷ്യം കേട്ടിരിക്കണം. കർത്താവ് നടത്തിയ അനുഭവങ്ങൾ നിങ്ങൾ സാക്ഷ്യം കേൾക്കണം. വിമർശിക്കാനല്ല പോകേണ്ടത്, നിങ്ങൾ സാക്ഷ്യം കേൾക്കണം. കർത്താവ് വിടുവിച്ച അനുഭവങ്ങൾ, അനേകരുടെ അനുഭവങ്ങളുണ്ട്, അത് കേൾക്കണം. ഈ സാക്ഷി പറഞ്ഞവര് അവർ ഒരു വലിയ ഹീറോ ആയതുകൊണ്ടല്ല പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയത്. അവർ വിശ്വസിച്ചത് കൊണ്ട്, അവർ ഭാവന കണ്ടതുകൊണ്ട്. മഹാനും സർവശക്തനുമായ ദൈവം അവരുടെ വിശ്വാസത്തെ അനുഗ്രഹിച്ച് വളർത്തി ഉയർത്തിയതാണ്. ഇനി പറയാൻ തുടങ്ങുന്ന കാര്യം വളരെ വളരെ ശ്രദ്ധിച്ചാട്ടെ. അബ്രഹാമിന് 99 വയസ്സുള്ളപ്പോൾ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു, അവനെ സന്ദർശിച്ചു. നമുക്കറിയാം 99 വയസ്സുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഇനിയും എപ്പോഴും അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എപ്പോഴായിരിക്കും ഞാൻ മരിക്കാൻ പോകുന്നതിനെ പറ്റിയൊക്കെയാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആയുസ്സിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്ന അബ്രഹാം, ആ സമയത്ത് ദൈവം അവനെ സന്ദർശിച്ചു. അവന്റെ ഭാര്യ വൃദ്ധയായിരുന്നു. ദൈവം അബ്രഹാമിനോട് ആ സമയത്ത് പറയുകയാണ്, അടുത്ത വർഷം നിനക്ക് ഒരു പൈതലിനെ ലഭിക്കും, ഒരു തലമുറയെ തരാൻ പോകുന്നു. അബ്രഹാം ഈ വാർത്ത കേട്ടപ്പോൾ വിശ്വസിച്ചു. എന്നാൽ സാറ ചിരിക്കുകയാണ് ഉണ്ടായത്. സാറയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സംഭവിക്കാൻ അസാധ്യമാണ്. മെഡിക്കൽ രംഗത്തുള്ള ഡോക്ടർമാർ പോലും ചിരിക്കും. അത് ബുദ്ധിക്ക് അപ്പുറമാണ്. മനുഷ്യന്റെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വിരോധമാണ്. എന്നാൽ അബ്രഹാം എന്താ ചെയ്തത്? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സർവശക്തനായ സകല ആവശ്യങ്ങളെക്കാളും അധികം മതിയായവനായ വലിയവനായ ദൈവത്തിൽ വിശ്വസിച്ചു. കൂടെ അബ്രഹാം ഭാവനയും കണ്ടിട്ടുണ്ടാകാം. ദൈവം പറഞ്ഞ വാഗ്ദത്തം അവൻ ഭാവന കണ്ടിട്ടുണ്ടാകാം. വിശ്വസിക്കുക മാത്രമല്ല, അവൻ ഭാവന കണ്ടിട്ടുണ്ടാകും. തനിക്ക് മകൻ ലഭിക്കുന്നത്, അനുഗ്രഹിക്കപ്പെടുന്നത്, തന്നോടുള്ള ദൈവത്തിന്റെ ആലോചന, വാഗ്ദത്തം നിറവേറുന്നത്, ഇതെല്ലാം അബ്രഹാം ഭാവന കണ്ടിട്ടുണ്ടാകും. മറുഭാഗത്ത് സാറ ചിരിച്ചു. എന്നാൽ അബ്രഹാം ഇതെല്ലാം ഭാവന കാണുകയായിരുന്നു, വിശ്വസിക്കുകയായിരുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഭാവന അതാണ് എല്ലാം. വരാൻ പോകുന്ന വിശേഷങ്ങളുടെ ദീർഘദർശനം ആണത്. തുടർന്ന് അനേക മഹാത്മാർ ഭാവനയുടെ ശക്തിയെപ്പറ്റി എഴുതുകയുണ്ടായി. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പ്രാർത്ഥിച്ച് തീരുമാനിക്കണം. ഇന്ന് ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ അറിയിക്കട്ടെ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പ്രാർത്ഥിച്ച് തീരുമാനിക്കുക. നിങ്ങൾക്കത് കിട്ടുമെന്ന് വിശ്വസിക്കുക. അത് ഭാവന കാണുക. നിങ്ങൾക്ക് അതിന് അർഹതയുണ്ടെന്നും അത് അസാധ്യമാണെന്നും അത് സാധ്യമാണെന്നും വിശ്വസിക്കുക. എല്ലാ ദിവസവും കുറെ നേരം പ്രാർത്ഥിച്ച് കണ്ണുകൾ അടച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയം, ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് ഭാവനയിൽ കാണണം. ഭാവന കാണണം. ഭാവന കാണുന്ന മനുഷ്യർക്ക് വളർച്ചയുണ്ടാകത്തുള്ളൂ. ഭാവനയുള്ള മനുഷ്യൻ മാത്രമേ സമൂഹത്തിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളൂ. ഭാവനയുള്ളവർക്ക് മാത്രമേ മുന്നേറാൻ കഴിയത്തുള്ളൂ. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ വളർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും പരിശുദ്ധാത്മ ഇടപെടുന്നു. ഭാവന കാണുന്നവരായി മാറുക. അത് സ്വന്തമാകുമ്പോൾ
ഉണ്ടാകുന്ന സന്തോഷം മനസ്സിൽ അനുഭവിക്കണം. പിന്നെ അതിൽ നിന്ന് പുറത്തു വന്ന് യാഥാർത്ഥ്യത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന, നിങ്ങൾക്ക് കൃതജ്ഞതയുള്ള കാര്യങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കണം. പിന്നെ അത് ദൈവത്തിൽ ഭരമേൽപ്പിച്ച് സാധാരണ പോലെ എല്ലാ ദിവസവും ആരംഭിക്കുക. ഒരു ദിവസം ആരംഭിക്കുന്നത് പുതിയ പുതിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടായിരിക്കണം. ഒരു ദിവസം ആരംഭിക്കുന്ന ഭാവന കണ്ടുകൊണ്ടായിരിക്കണം. ഒരു ദിവസം തുടങ്ങുന്നത് ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ടായിരിക്കരുത്, അവിശ്വാസം പറഞ്ഞുകൊണ്ടായിരിക്കരുത്, പ്രതീക്ഷയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട്, വിശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട്, ഭാവന കണ്ടുകൊണ്ട്, അത്ഭുതങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ഒരു ദിവസം ആരംഭിക്കുവാൻ. അത്ഭുതങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അത്ഭുതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് സംഭവിച്ചു തുടങ്ങും. അബ്രഹാം ഒരു അസാധ്യത്തിനായിട്ട് ആഗ്രഹിച്ചു. അവൻ ഭാവന കണ്ടിട്ടുണ്ടാകും, വിശ്വസിച്ചു, തനിക്കത് അവസാന സമയത്ത് ലഭിക്കുകയാണ്. എൻ്റെ ആവശ്യത്തെക്കാൾ അധികം കഴിവുള്ളവനാണ് എൻ്റെ ദൈവമെന്ന് അവൻ വിശ്വസിച്ചു. അതിനാൽ അവനത് ലഭിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിങ്ങളുടെ ആവശ്യത്തെക്കാൾ വലിയവനാണ് എൻ്റെ ദൈവം. നിങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ വലിയവൻ അത്യുന്നതനായ ദൈവമാണ് ഞാൻ ഇന്ന് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ദൈവം. നിങ്ങളുടെ ആവശ്യത്തെക്കാൾ, ഒരു വലിയ മഹാപർവ്വതത്തെക്കാൾ വലിയവനാണ് അത്യുന്നതനായ ദൈവം. അടുത്ത പോയിന്റ് പറയാൻ ശ്രദ്ധിച്ചാട്ട്. യാക്കോബ് തന്റെ ജ്യേഷ്ഠനായ ഏശാവിനെ ഭയന്ന് ഓടി. എന്നാൽ അവന് തലയിൽ പുരട്ടാൻ എണ്ണയും ഒരു പുതപ്പും ഒരു വടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ദൈവത്തിൽ ആശ്രയിച്ചു, അവൻ വിശ്വസിച്ചു. അവനും അബ്രഹാം ഭാവന കണ്ടതുപോലെ കണ്ടിട്ടുണ്ടാകാം. ഒടുവിൽ അവൻ വിശ്വസിച്ചതുപോലെ അവന് വേണ്ടി ദൈവം പ്രവർത്തിച്ചു. വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അവൻ ഒരു വലിയ സൈന്യമായി തീർന്നു. യാക്കോബ് വലിയൊരു സൈന്യമായി മാറി. അവൻ മഹാസമ്പന്നനായി തീർന്നു. ശത്രുവായ ജ്യേഷ്ഠന്റെ ഹൃദയത്തിലെ പകയും കോപവും ദൈവം എടുത്തു മാറ്റി അവന്റെ മിത്രമാക്കി തീർത്തു. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളോട് ശത്രുതാ മനോഭാവത്തോടുകൂടെ പെരുമാറുന്നവരോട് പരിശുദ്ധാത്മാവ് ഇടപെടും. അവർ നിന്റെ മിത്രമായി മാറും. യോസഫ് ഒരു സ്വപ്നം കണ്ടു. താനൊരു മഹാനാകുമെന്ന് അവൻ ഒരിക്കൽ ഒരു സ്വപ്നം കണ്ടു. തൻ്റെ ഹൃദയ പരമാർത്ഥത കൊണ്ടും തൻ്റെ നിഷ്കളങ്കത കൊണ്ടും യോസഫ് കണ്ട സ്വപ്നത്തെ തൻ്റെ സഹോദരന്മാരോട്, തൻ്റെ വീട്ടുകാരോട് അറിയിക്കുകയാണ്. ഇതെല്ലാം യോസഫ് സ്വപ്നം നിവർത്തിക്കപ്പെടുന്നത് ഭാവന കണ്ടിട്ടുണ്ടാകാം. അവനത് വിശ്വസിച്ചു. അതുകൊണ്ട് അവൻ മറ്റുള്ളവരോട് പറഞ്ഞു. എന്നാൽ റിസൾട്ട് മറിച്ചായിരുന്നു. അവൻ കൂടുതൽ പ്രശ്നത്തിൽ അകപ്പെടുകയാണ് ചെയ്തത്. തൻ്റെ സ്വപ്നം മറ്റുള്ളവരോട് അറിയിച്ചത് കൊണ്ട് താൻ കൂടുതൽ പ്രതികൂലത്തിൽ അകപ്പെട്ടു പോയി. ആ നേരത്തും താൻ ഭാവന കണ്ടിട്ടുണ്ടാകാം. പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോഴും, ജയിലറയിൽ കിടന്നപ്പോഴും, പ്രതിസന്ധിയിലൊക്കെ അകപ്പെട്ടപ്പോഴും യോസഫ് ഭാവന കണ്ടിട്ടുണ്ടാകും. അവൻ വിശ്വസിച്ചത് പറഞ്ഞു നടന്നു. ഒടുവിൽ താൻ വിശ്വസിച്ചത്, ഭാവന കണ്ടത് സംഭവിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് ചരിത്രം മാറി. അവൻ മന്ത്രിയായി മാറി. അവൻ ഭാവന കണ്ടതുപോലെ, അവൻ വിശ്വസിച്ചതുപോലെ പിൽക്കാലത്ത് സഹോദരന്മാർ വന്ന് തന്നെ നമസ്കരിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിന്റെ ചരിത്രത്തെ മാറ്റാൻ എൻ്റെ ദൈവം മതിയായതാണ്. പക്ഷേ നിങ്ങൾ ഭാവന കാണാൻ തുടങ്ങി. ഈ സന്ദേശം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ ചലിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ പ്രാർത്ഥിച്ചാണ് ഇന്ന് ഈ സന്ദേശം നിങ്ങളിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ നിമിഷം കൊണ്ട് യോസഫിന്റെ ചരിത്രം മാറ്റിയ ദൈവം നിന്റെ ചരിത്രത്തെ മാറ്റുമെന്ന് പരിശുദ്ധാത്മാവിലൂടെ അനേക പ്രിയപ്പെട്ടവരുടെ ആലോചന അറിയിക്കുകയാണ്. ഒറ്റ നിമിഷം കൊണ്ട് അവന്റെ ചരിത്രം മാറി. അവൻ മന്ത്രിയായി മാറി. അവൻ ഭാവന കണ്ടതുപോലെ, വിശ്വസിച്ചതുപോലെ പിൽക്കാലത്ത് സഹോദരന്മാർ വന്ന് തന്നെ നമസ്കരിച്ചു. യെസ്, ഭാവന കാണുന്ന വ്യക്തി ജീവിതങ്ങൾ, ഭാവനയുള്ള മനുഷ്യൻ
സ്വപ്നം കാണുന്ന പ്രിയപ്പെട്ടവർ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. എഴുതി വച്ചാട്ടെ, ഭാവനയുള്ള മനുഷ്യൻ ജീവിതത്തിൽ മുന്നേറും. സ്വപ്നം കാണുന്നവർ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. 100 പേരെ എടുത്താൽ 1-2 പേര് വിജയിക്കാനുള്ള കാരണം എന്താണ്? അവർ ഭാവന കാണുന്നവരാണ്. നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല കണ്ടുകൊണ്ടിരിക്കേണ്ടത്, ഭാവന കാണണം. ദൈവം നിന്നെ വളർത്തി വലുതാക്കുന്ന ഈ ഭാവന കാണണം. നിന്റെ ജീവിതം പച്ചപ്പ് പിടിച്ച് മോടിയായി തീരുന്നതിന് ഈ ഭാവന കാണണം. നിന്റെ ജീവിതം ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കപ്പെടുന്ന ഈ ഭാവന കാണണം. ഇന്ന് നിന്റെ മുമ്പിൽ യാതൊന്നുമില്ലായിരിക്കാം, എന്നാൽ ജീവിപ്പിക്കുന്ന വചനം, മാനിക്കുന്ന വചനം ഇന്ന് നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് നീ ഭാവന കാണാൻ തുടങ്ങുമ്പോൾ നിന്റെ ചരിത്രത്തെ സ്വർഗസ്ഥനായ ദൈവം മാറ്റുമെന്ന് പരിശുദ്ധാത്മാവിലൂടെ അനേക പ്രിയപ്പെട്ടവർ ആലോചനയായിട്ട് അറിയിക്കുകയാണ്. ബഹറിന്റെ ദേശത്തിരുന്നു കൊണ്ട് വളരെ കണ്ണുനീരോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തോട് പരിശുദ്ധാത്മ ഇടപെടുന്നു. നീ ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറായാൽ, നീ ഭാവന കാണാൻ തയ്യാറായാൽ, യോസഫിന്റെ ദൈവം നിന്നെയും മാനിച്ചിരിക്കും. ഖത്തറിന്റെ ദേശത്തിരുന്നു കൊണ്ട് എല്ലാ മേഖലയും തകർന്ന് തരിപ്പടമായി, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നീ ഭാവന കാണാൻ തുടങ്ങിയാൽ, വിശ്വസിക്കാൻ തയ്യാറായാൽ, യോസഫിനെ മാനിച്ചതുപോലെ സ്വർഗസ്ഥനായ ദൈവം നിന്നെ മാനിക്കാനായിട്ട് പോകുകയാണ്. അമേരിക്കയുടെ ദേശത്ത് ഫ്ലോറിഡ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുടുംബത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നീ വിശ്വസിക്കുന്നത് പോലെ, നീ ഭാവന കാണുന്ന പോലെ, നീ പ്രാർത്ഥിച്ച് ദൈവകരങ്ങൾ ഫലമേൽപ്പിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ ഈ വരും ദിവസങ്ങളിൽ, ഈ മാർച്ച് മാസത്തിൽ തന്നെ ഒരു അത്ഭുതമായിട്ട് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ജർമ്മനിയുടെ ദേശത്തിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അധികം വൈകാതെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാനായിട്ട് പോകുകയാണ്. ഫിൻലാൻഡിന്റെ ദേശത്തിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ കഴിവിന്റെ പരമാവധി നീ മാക്സിമം കുടുംബമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, എന്നാൽ അതൊന്നും നിന്റെ കരങ്ങളിൽ നിനക്ക് അനുഗ്രഹമായി തീരുന്നില്ല. എന്നാൽ സ്വന്തമായിട്ട് ഒരു ഭവനം പോലും മേടിക്കാൻ കഴിയുന്നില്ല. 9 വർഷമായിട്ട് ആ ദേശത്തായിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. 2025 ചില വിടുതലിന്റെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോകുകയാണ്. ഗൾഫിന്റെ പല മേഖലയിൽ ഇരുന്നു കൊണ്ട്, കുവൈറ്റ് ദേശത്തിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ക്യാമ്പിലിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് സ്വർഗസ്ഥനായ ദൈവം ഒരു പരിഹാരം നൽകി തരാൻ പോകുകയാണ്. യോസഫിനെ മാനിച്ചതുപോലെ സ്വർഗസ്ഥനായ ദൈവം നിന്നെ മാനിക്കുന്ന ദിവസങ്ങൾ മുൻപിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിന്റെ കണ്ണുനീരിന്റെ അനുഭവത്തെ സ്വർഗസ്ഥനായ ദൈവം കണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദീർഘവർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് ഇന്നുവരെ മറുപടി ലഭിക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയ ഭവനത്തോട് ദൈവത്തിന് ഹൃദ്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാവന കാണാൻ തുടങ്ങുക, വിശ്വസിക്കാൻ തയ്യാറാകുക. ഇന്ന് പകലിൽ യോസഫിന്റെ ദൈവം നിന്റെ ദൈവം എന്ന് പറയത്തക്ക നിലയിൽ സ്വർഗസ്ഥനായ ദൈവം അത്ഭുതത്തെ ചെയ്യാനായിട്ട് പോകുകയാണ്. യെസ്, ഭാവന കാണുന്ന വ്യക്തി ജീവിതങ്ങൾ, വിശ്വസിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, യോസഫിനെ പോലെ സ്വപ്നമുള്ളവർ, പ്രിയപ്പെട്ടവർ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു അത്ഭുത സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. എനിക്ക് 2 തലമുറകളെ ദൈവം ദാനമായി നൽകി. മൂത്ത മകനും ബിടെക് കഴിഞ്ഞു, മകൾ LLB ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 2 തലമുറകൾക്കും വേണ്ടി ഒരുപാട് തവണ ഞാൻ ബിജു ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോകപ്രകാരം നോക്കിയാൽ 2 പേർക്കും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ വിഷമമായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ച ബ്രദർ 2 പേരുടെയും വിഷയങ്ങളിൽ ആലോചന പറഞ്ഞിട്ടുണ്ട്. അന്നേരമൊന്നും എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. എന്നാൽ അത്ഭുതകരം എന്ന് പറയട്ടെ, 2024 തീരുന്നതിന് മുമ്പേ ബ്രദർ ദൈവിക ആലോചന പറഞ്ഞതുപോലെ സംഭവിക്കുകയുണ്ടായി. എൻ്റെ മകന് ശമ്പളം കുറവാണെങ്കിലും ഒരു ജോലി കിട്ടി. എൻ്റെ മകളുടെ 2 സെമ്മിൻ്റെ എക്സാമിനേഷന് ദൈവം പൂർണ്ണ വിജയം നൽകി അനുഗ്രഹിച്ചു.
ഈ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ ആലോചന നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് കൊല്ലത്ത് നിന്നാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ജീവിതത്തിൽ ഇങ്ങനെ പോയാൽ പോരാ, എൻ്റെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാരാണ്? എനിക്കൊരു അനുഗ്രഹം ആവശ്യമാണ്, എൻ്റെ കുടുംബത്തിന് ഒരു അനുഗ്രഹം ആവശ്യമാണ്. ഞാൻ ഒരുപാട് അധ്വാനിച്ചിട്ടും ഞാൻ ഒരുപാട് പ്രയത്നിച്ചിട്ടും എൻ്റെ ഭവനത്തിൽ വേണ്ടവണ്ണം ഒരു സാമ്പത്തികമായിട്ടൊരു ഉയർച്ച നേടാൻ എനിക്കിതുവരെയും കഴിഞ്ഞിട്ടില്ലെന്ന് ആരൊക്കെ ആ നിലയിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നോ, ആരൊക്കെയാണ് ദാഹത്തോടെ ആയിരിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കടന്നു വന്നാണ് പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായിട്ട് ഞങ്ങളുടെ ജനത്തോട് സംസാരിച്ച് കൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇന്നു മുതൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നു മുതൽ അനേകർ ഭാവന കാണുന്നവരായി മാറട്ടെ. ഇന്നു മുതൽ അനേകർ വിശ്വാസമുള്ളവരായി മാറട്ടെ. ഇന്നു മുതൽ അനേകർക്ക് ഒരു വലിയ ദൈവത്തിൽ വലിയൊരു പ്രതീക്ഷയുള്ളവരായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജർമ്മനിയുടെ ദേശത്തിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമായി കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തോട് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുകയാണ്. ജോലിയില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് ഈ മാർച്ച് മാസം തന്നെ ഒരു വിടുതൽ സംഭവിക്കാനായിട്ട് പോകുകയാണ്. ആരാണ് മുംബൈയുടെ ദേശത്തിരുന്നു കൊണ്ട് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? വരുന്ന ആഴ്ചകളിൽ ഒരു ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിൽ സംഭവിക്കാനായിട്ട് തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവർ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങൾ ദൈവത്താൽ മാന്യരായി തീരട്ടെ, തലമുറകൾ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ, ആദരിക്കപ്പെടട്ടെ എന്ന് ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആരൊക്കെയാണോ ഭാരത്തോടെ ആയിരിക്കുന്നത്, ആ പ്രാർത്ഥന കേട്ട് എൻ്റെ ദൈവം വിടുവിച്ചാട്ടെ. അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ സിഡ്നിയിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമായി കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തോട് ദൈവത്തിൻ്റെ ആത്മ ഇടപെടുന്നു. ജോലിയില്ലാതെ പല സമയങ്ങളിൽ നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും മെയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മ ഇടപെടുകയാണ്. അനേകം നാളുകളായിട്ട് കുറച്ച് സമയം ജോലി കിട്ടും, പിന്നത്തെ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ട അനുഭവം, പിന്നീട് ഒരുപാട് ഇടവേളയ്ക്ക് ശേഷമാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. ഈ മാർച്ച് മാസത്തിൽ തന്നെ നിന്റെ ഭവനത്തിൽ ദൈവം ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കാൻ പോകുകയാണ്. പിതാവിൻ്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ജനത്തെയും അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശേഷാൽ ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത കുടുംബത്തെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. സഹോദരങ്ങൾ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കട്ടെ. ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങളുടെ സ്നേഹിതന്മാരോട് അറിയിക്കുക. യൂട്യൂബ് ചാനലിലൂടെയാണ്, ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെയാണ് നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ശുശ്രൂഷ അനുഭവിച്ചതിന് ശേഷം മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടും വരെയും അത്യുന്നതന്റെ ചെറുകൻ മറവിൽ സ്വർഗസ്ഥനായ ദൈവം നമ്മെ ഏവരെയും പരിപാലിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ആമേൻ.